ഫെബ്രുവരി 2-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടക്കുന്ന മൈക്രോ ഡ്രാമ കോമ്പറ്റീഷന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനതിലൊരു ട്രൈബൽ വേഷമാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ട കോസ്റ്റ്യൂമുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. പിന്നെ അതിലെനിക്കൊരു കൊച്ചുണ്ട്. ഈ കൊച്ചിനെ നമ്മൾ ഒതുങ്ങി കെട്ടി ഒരു കൊച്ചാക്കണം. ഇത് ട്രെയിനിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ട്രെയിനിൽ 2 ദിവസം ഇരിക്കണം. തേഴ്സ്ഡേ നൈറ്റ് 10 മണിക്കാണ് ട്രെയിന്. സാറ്റർഡേ രാവിലെയാണ് അവിടെ എത്തുക. അപ്പോൾ പിന്നെ കുട്ടീനപ്പം പുതിയാലോ. ഡ്രാമയുടെ കോസ്റ്റ്യൂമാണ് ഇതൊക്കെ. പിന്നെ ഇത് കരിയാണ്. ഈ കരി ഓവറായിട്ടൊന്നും ഇടണ്ട, പക്ഷേ കുറച്ച് ഒന്ന് നമ്മളുടെ സ്കിന്നൊന്ന് മാറാൻ വേണ്ടി. ഒരു തൊട്ടിലിന് വേണ്ട തുണി കൊണ്ടുപോകണം, കയറ് കൊണ്ടുപോകണം, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം. ഈ കരിനെ പൊടിക്കാൻ കുറച്ച് സമയമെടുത്തു. ഒരു കരിയുടെ കട്ട മേടിക്കാൻ കിട്ടുമല്ലോ, അത് നമ്മൾ ആദ്യം ഒരു കല്ല് വെച്ച് കുത്തി പൊട്ടിച്ച് അതിന് ശേഷം ആണത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചത്. മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞ് മിക്സിയിൽ തുറന്നപ്പോൾ മൊത്തം കറുത്ത പുകമയായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്നൈയിലാണെങ്കിൽ നമ്മളെന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അവിടെ വളരെ കുറച്ച് പേരെ പോകണുള്ളൂ. അതുകൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഈ ഇങ്ങനത്തെ മാലകളുണ്ടല്ലോ, ഇതാണ് ഇങ്ങനത്തെ ഒരു മാല, പിന്നെ മുത്തുമാല, കുപ്പിവളകൾ, അങ്ങനെയൊക്കെ. ആകെ 10 മിനിറ്റേ ഉള്ളൂ ഡ്രാമ. ഇതിൻ്റെ ഇടയിൽ കോസ്റ്റ്യൂം ഇടാൻ കുറച്ച് സമയം വേണം. നേരത്തെ കരി വെച്ച് തേക്കാൻ കുറച്ച് സമയം വേണം. പിന്നെ ഇങ്ങനത്തെ മാലകളുടെയൊക്കെ കളക്ഷൻ എനിക്ക് പണ്ടേ ഉണ്ട്. എനിക്കതൊക്കെ ഈ മരത്തിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമായി. ഇപ്പോൾ അത് കാശ് കൊടുത്ത് മേടിക്കേണ്ട. പിന്നെ പാദസരം മാത്രം നല്ല തിക്കായിട്ടുള്ള പാദസരം വേണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് അത് സെറ്റായില്ല. ഇതുണ്ടോ, ഇത് ഞാനൊരു 3-4 വർഷം മുന്നേ ഇതേമാതിരി മിന്ത്രയെന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചതാണ് പാദസരം. പക്ഷേ ഇങ്ങനത്തെ എടുത്തിട്ട് പുറത്ത് പോകാനുള്ളൊരു ചമ്മലുണ്ട്. ഇത് ഇടാറില്ല, വാങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിപ്പോൾ നമ്മുടെ ഈ നാടകത്തിന് ഒരു ഉപകാരമായി. അപ്പോൾ പാദസരം ഇതിടാന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ്. ഇതൊക്കെ ഇട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അഭിനയിക്കണം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ ഡൽഹിയിൽ പോയിട്ട് വീഡിയോ ഇടാം. എല്ലാവരും കാണണേ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് വാങ്ങിയിട്ടില്ല. അതിപ്പോൾ വൈകുന്നേരം പോയിട്ട് വാങ്ങണം. അത് വെറ്റിലയാണ് കേട്ടോ. വെറ്റില നമുക്ക് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ വെറ്റില കഴിച്ചിട്ട് ആണ് ഡയലോഗൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെറ്റില കഴിച്ച് സംസാരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ തരിപ്പ് പോയിട്ട് ചുമയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കും. കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കി, അങ്ങനെ ഇതുവരെ ശരിയായിട്ടില്ല. നോക്കാം എന്തായാലും. അപ്പോൾ ഇനി അതിൽ പാക്ക് വയ്ക്കണത് കുറച്ച് കുറവ് വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇത് ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി, വായിച്ചു വരാം. ബൈ. ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ എല്ലാം കൂടെ ചുരുട്ടിക്കുട്ടി വെച്ചിരിക്കുകയാണ്. ഓരോരോ ജോഡികളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ കാണുന്നത് എൻ്റെ അടുത്ത് നിന്ന് നെയിൽ പോളിഷായി, സിൽവർ കളർ നെയിൽ പോളിഷായി ഡ്രസ്സിൻ്റെ മുകളിൽ. അതെന്ത് ചെയ്താലും പോണില്ല, അതാണ്. പിന്നെ ഞാനങ്ങനെ പുതിയ ഡ്രസ്സുകളൊന്നും മേടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളുടെ പ്രാക്ടീസിൻ്റെ അതെന്നെ പ്രാക്ടീസ് കുറേ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് മേടിക്കാനും പോകാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഉള്ളതും കൊണ്ട് നമുക്ക് പോവാം. എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന ഒരു സാധനമാണത്. ഇതിൽ അധികം എന്താണെന്നറിയോ, ഈ കിട്ടണില്ല, പേര് കിട്ടണില്ല, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. അതിനോടുള്ള ഒരു ഭ്രാന്ത് മൂത്തിട്ട് വേണമെങ്കിൽ 4-5 ഫ്ലേവറുകൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചെന്ന് വരും. ഇവിടെ മോളെപ്പോഴും ചീത്തയും പറയും, അമ്മ ഭയങ്കര സ്മെല്ല്, കുത്തുന്ന സ്മെല്ലാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കുഞ്ഞു സുഡിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. എവിടെ കണ്ടാലും ചെറിയ ബോട്ടിലേ മേടിക്കും, വലിയ ബോട്ടിലൊന്നും എനിക്ക് കൊണ്ടാൻ പറ്റില്ല. മാത്രമല്ല എനിക്ക് പല ഫ്ലേവർ അടിക്കണം. അപ്പോൾ ഇതിലധികം ഉള്ളത് ഇതാണ്. പിന്നെ നമ്മളുടെ സ്കിൻ കെയർ ക്രീമുകൾ, അവിടെ ഭയങ്കര തണുപ്പാന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കുറച്ച് ക്രീമും കുറേയധികം പെർഫ്യൂമുകളാണ് ഇതിലുള്ളത്. ഇതുണ്ടോ, ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഡൽഹി പോകാനായിട്ട് വേണ്ടി മാത്രം വാങ്ങിയൊരു സാധനം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതിലത്തെ റിവ്യൂ കണ്ടിട്ട് മാത്രം മേടിച്ചതാണ്. ഇത് ഇങ്ങനെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് മൂടും, കഴുത്ത് മൂടും, നല്ലൊരു കളറും, അധികം വിലയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടുകയും ചെയ്യാം ഈ ഒരു സംഭവം. ഇനി ഇത്രയും ഡ്രസ്സ് ഒരു കാര്യം കാണിച്ചിട്ടാൻ പറഞ്ഞ ഒരു ഷൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഷൂ അങ്ങനെ ഡൽഹി പോകാന്നുള്ള രീതിയിൽ മേടിച്ചതൊന്നുമല്ല. ഞാൻ എവിടെ പോകുമ്പോഴും അങ്ങനത്തെ ഫുൾ കവറായിട്ടുള്ള ഷൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് കേട് വന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. അല്ലാണ്ട് ഡൽഹി പോകണം എന്നുള്ള രീതിക്ക് മേടിച്ചതൊന്നുമല്ല. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ പാകത്തിലൊരു ബാഗ് വേണം. സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ കാര്യം കഷ്ടമാണ്. എന്താ വെച്ചാൽ ടോപ്പിനനുസരിച്ചുള്ള പാൻറ്റ്, അതിനനുസരിച്ചുള്ള ഷാള്, കമ്മല്, മാല, അങ്ങനെ പല കാര്യങ്ങളും വേണം. ജെൻസിന് ഈ പ്രശ്നമൊന്നുമില്ല. ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു ജീൻസോ ഒരു 4-5 ടീഷർട്ടൊക്കെ എടുത്താൽ അവരുടെ കാര്യം കഴിയും. പക്ഷേ നമ്മളുടെ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബാഗ് തപ്പണം ആദ്യം. ഒരു കാര്യം പറയാൻ പറഞ്ഞേ, ഇത് ലേഡീസിനോടാണ് കേട്ടോ. നമ്മൾക്ക് എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെ അതായത് നമുക്ക് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന കാരണം എന്താ വെച്ചാൽ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ അത്. ഇതെന്താ പറയുക, ഡിസ്പോസിബിൾ
പി ഫണൽ എന്ന് പറയും. ഇത് ഭയങ്കര സൂപ്പർ സാധനമാണ്. അതപ്പോൾ എല്ലാ ലേഡീസിനും ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് പബ്ലിക്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതേമാതിരിയാണ് ടോയ്ലറ്റ് സീറ്റ് കവർ. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡൽഹിക്ക് പോകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മേടിച്ചതാണ്. എനിക്ക് പൊതുവേ എന്താ പറയുക, പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടത്തിലാണ്. പൊതുവേ ലേഡീസിനാണ് ആണുങ്ങളെക്കാട്ടും യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് വരിക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാണുന്ന ലേഡീസ് എന്തായാലും ഈ 2 സാധനങ്ങളും എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അങ്ങനെ ബാഗ് കിട്ടി, പരുതി അവസാനം കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് തുടങ്ങാം. ഹായ്, അപ്പോൾ നമ്മൾ ഡൽഹിക്കുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിന് വേണ്ടി പോവുകയാണ്. സൺഡേ ആണ് കോമ്പറ്റീഷൻ. ഇത് മൊത്തം നാടകത്തിൻ്റെ കോസ്റ്റ്യൂമാണ്. ഇത് 5 ദിവസത്തേക്കുള്ള എൻ്റെ മാത്രം കോസ്റ്റ്യൂമാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സുന്ദരിക്കുട്ടി, നമ്മൾ പോയിട്ട് വരാം കേട്ടോ. അത് വിഗതി കാണിച്ചാണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ സുന്ദരിക്കുട്ടി വിഗതി കാണിച്ചാണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ഓക്കെ, ബൈ. കികളിൻ്റെ കുട്ടികൾ വിഗതി കാണിക്കരുത് കേട്ടോ. ഓട്ടോ ട്രെയിനിലെ വിശേഷങ്ങളും ഡൽഹിയിലെ ബാക്കി വിശേഷങ്ങളും എല്ലാം കൂടെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.